കലാപാരമ്പര്യത്തിൻ്റെ നല്ല തുടർച്ചകൾ പ്രവാസ ലോകത്തും അവസാനിക്കുന്നില്ല. ബഹ്റൈനിൽ നിന്നും ഇതാ ഈ സഹോദരങ്ങളെ പരിചയപ്പെടുക. ഇവർ ഇരട്ട സഹോദരന്മാർ ഷിജുവും ഷൈജുവും. രണ്ടുപേരും നല്ല ചിത്രകാരന്മാർ. വർണ്ണങ്ങളിൽ ചാലിച്ച ജീവിതമാണ് ഈ മലയാളി സഹോദരന്മാരുടേത്. പ്രവാസ ലോകത്ത് ഇരുവരും വർണ്ണങ്ങൾ നിറഞ്ഞ കലാജീവിതം നയിക്കുകയാണ്. ഉപജീവനത്തിന് ഇവർ തെരഞ്ഞെടുത്തതും കലയുടെ വഴി തന്നെ. കാലങ്ങളായി കൂടെയുള്ള വർണ്ണങ്ങളുടെ ലോകത്ത് തൊഴിലെടുക്കാൻ കഴിയുന്നതിന്റെ സംതൃപ്തിയിലാണ് ഇവർ. കോഴിക്കോട് കൊയിലാണ്ടി നടുവത്തൂർ സ്വദേശികളാണ് ഷൈജുവും ഷിജുവും. പിതാവ് ബാലൻ നല്ലൊരു കലാകാരനായതുകൊണ്ട് തന്നെ കലാപാരമ്പര്യം ഇവർക്ക് ചെറുപ്പം മുതലേ വഴികാട്ടിയായി. ഫൈൻ ആർട്സ് കോളേജിലെ പഠനത്തിനു ശേഷം ഷൈജു അവിടെ തന്നെ ചിത്രകലാ അധ്യാപകനായി ജോലി ചെയ്തു. ഷിജുവും ചിത്രരചന അഭ്യസിച്ച ശേഷം നാട്ടിൽ കലാരംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇരുവരും കൂട്ടുകാരോടൊന്നിച്ച് നിരവധി ചിത്ര പ്രദർശനങ്ങൾ നാട്ടിൽ നടത്തിയിരുന്നു. ഞങ്ങൾ ഇരട്ട സഹോദരങ്ങളാണ്. കുട്ടിക്കാലം മുതലേ കളിച്ചും പഠിച്ചും വളർന്നു. അതിനുശേഷം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഫൈൻ ആർട്സ് കോളേജിൽ ഒന്നിച്ച് തന്നെയായിരുന്നു. അതിനുശേഷം നാട്ടിൽ ആർട്ടിൽ തന്നെ കൊമേഴ്സ്യലായിട്ടുള്ള കുറച്ച് ജോലികൾക്ക് ശേഷം ഒരേപോലെ ബഹ്റിലേക്ക് എത്തുകയും ഇവിടെ ഞങ്ങൾ ഒന്നിച്ച് തന്നെ ഈ ഒരു മേഖലയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. നാട്ടിൽ കൊമേഴ്സ്യൽ ആർട്സ് രംഗത്ത് പ്രവർത്തിച്ചു വരുമ്പോഴാണ് ഷിജുവും ഷൈജുവും 2004-2006 കാലയളവിൽ ബഹ്റൈനിലെത്തുന്നത്. ഒരു ആർക്കിടെക്ട് കമ്പനിയിലായിരുന്നു ഇരുവർക്കും ആദ്യം ജോലി ലഭിച്ചത്. പതിയെ തങ്ങളുടെ ഇഷ്ടമേഖലയിൽ സ്വന്തമായി ചില പരീക്ഷണങ്ങളാകാമെന്ന് തോന്നി. അങ്ങനെയാണ് കലാരംഗത്ത് ഇരുവരും ചേർന്ന് സ്വന്തമായി സ്ഥാപനം തുടങ്ങുന്നത്. ഇപ്പം ജോലി ചെയ്യുന്ന ഇൻറ്റീരിയർ ഡെക്കറേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണെങ്കിലും നമ്മുടെ ഉള്ളിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുന്ന ഒരു നന്നായിട്ടൊരു ആർട്ട് എക്സിബിഷൻ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം തന്നെയാണ് ഉള്ളത്. എനിക്ക് തോന്നുന്നത് ഇവിടെ നമുക്ക് കുറച്ചും കൂടെ അതിനുള്ള ഒരു അന്തരീക്ഷമുണ്ട്. ഇപ്പോൾ ബഹ്റൈനിൽ ക്യാൻവാസ് പെയിന്റിങ്ങും പോർട്രേറ്റുകളും ചിത്രകലാ ക്യാമ്പുകളും ഡ്രോയിങ് ക്ലാസുകളും ഒക്കെയായി ഇരുവരും കലയെ ഉപാസിച്ച് ജീവിക്കുന്നു. നമ്മുടെ അനുഭവവും ചിത്രകല നമ്മുടെ പ്രാവീണ്യവും കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് എത്രത്തോളം സക്സസ് ആവുമില്ലെങ്കിൽ ഇവിടുത്തുകാർ ഈ ചിത്രകല നമ്മുടെ ഒരു ആർട്ടിനെ എങ്ങനെ സ്വീകരിക്കും എന്നൊക്കെ ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു ഇവിടെയുള്ള ആളുകളുടെ പ്രതികരണം. വളരെ നമ്മൾ മൈന്യൂട്ടായിട്ട് നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളെയും അവർ തിരിച്ചറിയുകയും നല്ല കൃത്യമായ പ്രോത്സാഹനം ലഭിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്ന നിറങ്ങളെ പറ്റിയുള്ള ഒരു ബോധം ഒരു വളരെ ചെറിയ ചെറിയ വേരിയേഷനിൽ പോലും അതിൻ്റെ വ്യത്യസ്തത തിരിച്ചറിയാനും അത് നമ്മളോട് അതിനെപ്പറ്റി സംസാരിക്കാനൊക്കെ ഉള്ളൊരു പ്രത്യേകമായൊരു അറിവ് എനിക്ക് തോന്നുന്നു അറബികൾക്ക് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. കലയെ അതീവ ഗൗരവമായി കാണുന്നു എന്നത് തന്നെയാണ് ഈ ചെറുപ്പക്കാരുടെ പ്രത്യേകത. ബഹ്റൈനിലെ പ്രേരണ എന്ന സംഘടനയുമായി ചേർന്ന് കലാരംഗത്ത് പുതുതലമുറയിലെ കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്ന ക്യാമ്പുകളും ഇവരുടെ മേൽനോട്ടത്തിൽ സംഘടിപ്പിക്കാറുണ്ട്. ബഹ്റൈനിൽ ഇവർ ചെയ്ത പെയിന്റിങ്ങുകളുടെയും പോർട്രേറ്റുകളുടെയും വലിയ ശേഖരം തന്നെയുണ്ട്. വാട്ടർ കളർ, ഓയിൽ പെയിന്റിംഗ്, പെൻസിൽ, ക്രയോൺ, അക്രിലിറ്റിക് തുടങ്ങി എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ച് ഇവർ വരക്കാറുണ്ട്. ഇവരുടെ ചിത്രങ്ങൾ ചേർത്ത് ബഹ്റൈനിൽ മുൻപ് നടന്ന 10 ദിവസത്തെ പ്രദർശനം ശ്രദ്ധ നേടിയിരുന്നു. കൂടുതൽ മികച്ച രീതിയിൽ രണ്ടുപേരുടെയും ചിത്രങ്ങൾ ചേർത്ത് ഒരു നല്ല ആർട്ട് എക്സിബിഷൻ സംഘടിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട് ഇരുവർക്കും. കലയോടുള്ള പൊക്കിൾക്കൊടി ബന്ധം ഉപേക്ഷിക്കാതെ തന്നെ പ്രവാസ ജീവിതം നയിക്കാൻ കഴിയുന്നതിൽ
തെല്ലൊന്നുമല്ല ഈ ഇരട്ട സഹോദരങ്ങൾക്കുള്ള സന്തോഷവും സംതൃപ്തിയും. ഇന്ത്യ ഗൾഫ് ബന്ധം ഇനിയും വികസിക്കട്ടെ. നയതന്ത്ര കാര്യാലയത്തിനൊപ്പം മനുഷ്യപ്പറ്റുള്ള നല്ല നടപടികളും ഉണ്ടാകട്ടെ. ലുലു വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല. ഈ എപ്പിസോഡിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയിരുത്തൽ, വിമർശനങ്ങൾ ഞങ്ങളെ അറിയിക്കുക. വീക്കെൻഡ് അറേബ്യയുടെ മുൻ എപ്പിസോഡുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, media1tv.in. തൽക്കാലം വിട. അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും.